നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി ജെ ചിഞ്ചുറാണി സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത്. കൊല്ലം കല്ലമ്പലത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. മുന്നിൽ പോയ വാഹനം ബ്രേക്ക് ഇട്ടപ്പോൾ മന്ത്രിയുടെ വാഹനം ഇടിക്കുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ ആർക്കും പരിക്കില്ല. തലനാരിഴയ്ക്ക് വലിയ അപകടത്തിൽ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു മന്ത്രി. എന്തായാലും അപകടമുണ്ടായി. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് യാത്ര തുടരുകയും ചെയ്തു തിരുവനന്തപുരത്തേക്ക്. ആളപായമില്ല എന്നതും ഏറെ ആശ്വാസകരമാണ്. സ്വിഫ്റ്റ് കാറാണ് മന്ത്രിയുടെ വാഹനത്തിൽ വന്ന് ഇടിച്ചത്. മദ്യലഹരിയിൽ വാഹനം ഓടിച്ചതിന് പ്രതിക്കെതിരെ കേസെടുക്കും. കല്ലമ്പല ദേശീയപാതയെ വെയിലൂർ വെച്ചായിരുന്നു ആ സംഭവം. അപകടമുണ്ടാക്കിയ കാറും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനങ്ങളുടെ വേഗത കുറവായതിനാൽ വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. മന്ത്രിയുടെ വാഹനത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലാത്തതിനാൽ മന്ത്രി ചിഞ്ചുറാണി ആ വാഹനത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. അപകടമുണ്ടാക്കിയ ആലങ്കോട് വഞ്ചൂർ സ്വദേശിയും വാഹനവുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മദ്യലഹരിയിൽ വാഹനം ഓടിക്കുകയായിരുന്നു ഇയാള്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് ട്രാഫിക് നിയമങ്ങളുണ്ടല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളൊന്നാണ് മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന നിയമം. അത് കഴിഞ്ഞ ദിവസം നഗ്നമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നല്ല, പലരും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ട്, അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും മാതൃകാപരമായ ശിക്ഷ നൽകി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. തലനാരിഴയ്ക്കാണ് കഴിഞ്ഞ ദിവസം ആ വലിയൊരു അപകടത്തിൽ നിന്ന് മന്ത്രി രക്ഷപ്പെട്ടതെന്ന് വേണം പറയാൻ. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇത്തരത്തിൽ മദ്യപിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെ വാഹനം ഓടിച്ച് എത്രയോ ജീവനുകൾ ആപത്തുണ്ടാക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിയമങ്ങളൊന്നും ഒരു വിലയ്ക്ക് എടുക്കുന്നില്ല. നിയമങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലാത്ത രീതിയിലാണ് ഇവിടെ മനുഷ്യർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരേണ്ടതുണ്ട്. എന്തായാലും നിരത്തിലിറങ്ങുമ്പോൾ അല്ലെങ്കിൽ വാഹനവുമായി നിരത്തിലിറങ്ങുമ്പോൾ പാലിക്കേണ്ട ചില റോഡ് നിയമങ്ങളെങ്കിലും ചിലരെങ്കിലും പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന കാര്യം. എന്തായാലും മന്ത്രി കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എന്തായാലും ആ വാഹനത്തിൽ തന്നെ അവർ യാത്ര തുടരുകയുണ്ടായി. കല്ലമ്പല ദേശീയപാതയിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.